ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസം മുമ്പ് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു ചൂടൂര് പോലെ വരും, പിന്നെ അതായത് സിറ്റുവേഷൻ വേഴ്സണായിട്ട് വരും കേട്ടോ. ഇതുപോലെ പൊള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണക്കാരനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന് ആസിഡ് ഫ്ലൈ എന്ന് പറയുന്നൊരു ഒരു ജീവിയുണ്ട് കേട്ടോ, ഒരു ഇൻസെക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റാക്കിലാണ് നമുക്കിങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. ഇത് ഈ കാണുന്ന സാധനമാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ ഇവനെ കയ്യോടെ പിടികൂടി. അപ്പോഴാണ് എനിക്ക് ഇത് വീഡിയോ ചെയ്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയത്. കാരണം ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ സംഭവിച്ചത്, എന്ത് ജീവിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ലൈവായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഈ ഒരു ജീവി വരുന്നത് ഒത്തിരി ചെടികളും അല്ലെങ്കിൽ കാട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഫ്ലാറ്റിന് ചുറ്റും ഇതുപോലെ കുറച്ച് മരവും ചെടിയും കാട് പിടിച്ചൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിവിടെ വരുന്നത്. ഇതൊരു സീസണിലേ കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ജീവി എങ്ങാനും നമ്മുടെ ശരീരത്തെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒന്ന് ക്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് തിരികെ എടുക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം അതിൻ്റെ ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കുടഞ്ഞു കളയണം ദേഹത്തു നിന്ന്. പക്ഷെ എനിക്ക് ഉറങ്ങി കിടന്നപ്പോഴായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്കത് അറിയാനും പറ്റിയില്ല. അതാണ് സംഭവിച്ചു പോയത്. ഇതിൻ്റെ ഒരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരതയാണ് കേട്ടോ. കാരണം നമുക്ക് ആദ്യം ഒരു ചൊറിച്ചിൽ പോലെ തോന്നും, പിന്നെ പൊള്ളൽ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ ഈ ഒരു ക്രീം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഫ്യൂസിഡി ക്രീം കഴിയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നമ്മളെപ്പോലെ അവർക്ക് വേദന സഹിക്കാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഈ പുള്ളീനെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ.